മൂന്നാം വാർഡ് ഹംസദേളി, നാലാം വാർഡ് മാങ്ങാട് നിഷ വിനോദ് സ്ഥലത്തില്ല. അഞ്ചാം വാർഡ് അരമങ്ങാനം ഷിയാബ് മാങ്ങാട്. ആറാം വാർഡ് മീത്തൽ മാങ്ങാട് രാജകല നാരായണൻ. ഏഴാം വാർഡ് ബാര ദീപ അനിൽ. എട്ടാം വാർഡ് വെടിക്കുന്ന് മംഗല ടീച്ചർ. ഒമ്പതാം വാർഡ് എരോലി അപ്പകുഞ്ഞി. പത്താം വാർഡ് നാലാം വാതിക്കൽ കരീം നാലാം വാതിക്കൽ. 11ാം വാർഡ് പാക്യാര ഫൗസിയ അബ്ദുല്ല. 12ാം വാർഡ് കരിപ്പൊടി ചന്ദ്രൻ നാലാം വാതിക്കൽ. പതിമൂന്നാം വാർഡ് ആറാട്ടുകടവ് നഫ്സിയ ടീച്ചർ. 'നഫ്സിയ ടീച്ചർ ആറാട്ടുകടവ്. CPM-ന്റെ കോട്ടയിലാണ് നഫ്സിയ ടീച്ചർ മത്സരിക്കുന്നത്. അവർക്കൊരു കയ്യടി കൊടുക്കുക. 14 മുതിയക്കാൽ കെ സുരേഷ്. 15 തിരുവക്കോടി കൈറുന്നിസ മാങ്ങാട്. തിരുവക്കോളി മുതിയക്കാരൊക്കെ CPM-ന്റെ കോട്ടകൾ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. 16 അംഗങ്ങളിൽ കഴിഞ്ഞ തവണ CPയിൽ നിന്ന് പിടിച്ചെത്ത വാർഡ് വിഭജനത്തിൽ കൂടി അവർക്ക് അനുകൂലമാക്കി മാറ്റിയെങ്കിലും സുചിത്രയിലൂടെ വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി സുചിത്ര. 17 മലാങ്കുന്ന് അജിത ആർ സോമൻ. 18ാം വാർഡ് ബേക്കൽ ശംഭു കെ. 18ാം വാർഡ് കോട്ടിക്കളം സൗറ ഉബൈദ്. 19 കോട്ടിക്കുളം സൗറ ഉബൈദ്. 20 പാലക്കുന്ന് നമ്മുടെ പ്രസ്റ്റീജ് സീറ്റായ പാലക്കുന്നിൽ പ്രവാസി ലീഗിന്റെ സംസ്ഥാന ട്രഷറർ കാപ്പിൽ മുഹമ്മദ് വാഷിയുടെ മകൻ സിയാസ് കാപ്പിൽ. CPM-ന്റെ പഞ്ചായത്തിലെ പേടി സ്വപ്നം സിയാസ് കാപ്പിൽ. അതുപോലെ തന്നെ 21 പള്ളം തെക്കേക്കര PV കൃഷ്ണൻ. 22 കൊപ്പൽ പ്രിയപ്പെട്ട ജമീല ടീച്ചർ. 23 അംബിക നഗർ CK വേണു മാസ്റ്റർ. അടുത്തത് ബ്ലോക്ക് ഡിവിഷനാണ്. ഉദുമ ഡിവിഷനിൽ മത്സരിക്കുന്ന സൂര്യാബി മാങ്ങാട്. പാലക്കുന്ന് ഡിവിഷൻ ബിന്ദു സുധൻ. മൂന്നാമത്തെ കരിപ്പൊടി ഡിവിഷൻ പാക്യാരയുടെ കഴിഞ്ഞ തവണ പാക്യാര മെമ്പറായിരുന്ന ബഷീർ. പാലക്കരിയിൽ വികസന വിപ്ലവം തീർത്ത പ്രിയപ്പെട്ട ബഷീർ കരിപ്പൊടി വാടി പിടിക്കാൻ വേണ്ടി ബ്ലോക്ക് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അടുത്തത് അവസാനം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സുകുമാരി. ബേക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്ന ഇവിടെ മായൻചായാലും ബാലകൃഷ്ണനായാലും ഒക്കെ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാനാണ് വന്നത്. ആ പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് നിങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്.
പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനേക്കാളും തോൽപ്പിക്കുന്നതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഈ കോർപ്പറേറ്റുകൾക്കോ രാജ്യദ്രോഹികളായ ആളുകൾക്കോ ചില അജണ്ടകൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ആ അജണ്ടകളിൽ നിന്ന് പൗരന്മാരെ രക്ഷിക്കാനാണ് ഭരണകൂടം. നിർഭാഗ്യവശാൽ ഭരണകൂടത്തിന് ഹിഡൻ അജണ്ടകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി അതിൻ്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട ചില വസ്തുതകളാണ്. SIR നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ തന്നെ സുതാര്യമല്ല എന്നത് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മളെ എവിടെയോ കൊടുക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട്. ആസാം ഒരു ഉദാഹരണമാണ്. ആസാം ഡൽഹിയിൽ നിന്ന് 2 മണിക്കൂർ ഫ്ലൈ ചെയ്താലാണ് ആസാമിലെത്തുക. ആസാം ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിൽ ഇടതുപക്ഷം നടത്തുന്ന രാഷ്ട്രീയ രീതികളിൽ വശംവദരാകുന്ന ജനാധിപത്യ വിശ്വാസികൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ആസാമാണ്. കേരളത്തിന് സമാനമായ ജനസംഖ്യാനുപാതിക ക്രമം മതപരമായി വേർതിരിച്ചാൽ ഉണ്ടാവുന്ന ഇടമാണ് ആസാം. ഒരു കാരണവശാൽ BJP ഭരിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. പക്ഷേ കൃത്യമായി ബ്ലോക്കുകളാക്കി മനുഷ്യരെ വേർതിരിച്ച് BJP ഭരിക്കുകയാണ്. ആ ആസാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പൗരത്വ പ്രശ്നമാണ്. ഇപ്പോൾ അവിടെ FT ഉണ്ട്, ഫോറിൻ ട്രിബ്യൂണൽ ഉണ്ട്. ഈ ഫോറിൻ ട്രിബ്യൂണൽ ഈ സമീപകാലത്ത് വന്നിട്ടുള്ള ചില വിധികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അത് ആവശ്യമാണ്. വോട്ട് ചെയ്യേണ്ടത് UDF-നാണെന്ന് ഞങ്ങൾ പറയുമ്പോഴും വോട്ട് ചെയ്യൽ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കേസ് മൗസുനി ഖാത്തൂണിന്റെ കേസാണ്. മൗസുനി ഖാത്തൂൺ എന്ന് പറയുന്നത് ആസാമിലെ ഒരു മുസ്ലിം സ്ത്രീയാണ്. ഇവരോട് പറഞ്ഞു, അവിടുത്തെ ബാർപേട്ട FT 2019-2020 അതാണ് നമ്പർ, കേസ് നമ്പർ. അവർ പറഞ്ഞു, നിങ്ങൾ വിദേശ പൗരയാണ്. അവരുടെ 966 അവരെ വല്യാപ്പ വോട്ട് ചെയ്ത് തെളിവ് കൊടുത്തു. അവിടെ 950 കുടുംബം വോട്ട് ചെയ്തത് കാണിച്ചു, സമ്മതിച്ചില്ല. എന്നാൽ ഗുവാഹത്തി ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നു. ഈ ആഴ്ചയിൽ വിധി വന്നത്, വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു പൗര ആ നാട്ടിലെ താമസ രേഖയാണ്, അയാൾ രാജ്യത്തിന്റെ പൗരനാണ്. രണ്ടാമത്തെ കേസ് രൂപാലിദാസിന്റെ കേസാണ്. അത് സോണിത്പൂരിലാണ്. 2019 FT. അവരോട് പറഞ്ഞു, ഹിന്ദു സ്ത്രീയാണ്, നിങ്ങൾ പൗരയല്ല എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവരുടെ വല്യച്ഛൻ 67 വോട്ട് ചെയ്തത് കാണിച്ചു. അവർ പൗരയാണെന്ന് തെളിയിച്ചു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലായിടത്തും പറയണമെന്ന് തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഗൗരവത്തോടെ പെടുത്തേണ്ട പ്രശ്നം ഇതാണ്. നിങ്ങൾ പ്രവാസികളായ ആളുകളുണ്ടാവും. സ്വദേശത്തും വിദേശത്തും പ്രവാസികളുടെ നാടാണ് പുതുമയും കാസർഗോഡിലെ ഒരുപാട് ഭാഗങ്ങൾ. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നു, വോട്ട് ചെയ്യുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന വോട്ട് എന്നതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ പൗരത്വവുമായി ഭരണകൂടം ഉണ്ടാക്കുന്ന ഒരു അജണ്ടയെ പൊളിക്കാൻ കൂടിയുള്ള വോട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട വോട്ടാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ അത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പ്രാഥമികമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് നിങ്ങൾ UDF-ന് വോട്ട് ചെയ്യുന്നത് എന്നാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ താല്പര്യങ്ങൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ പഞ്ചായത്ത് നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ പ്രതീക്ഷയായി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ വിചാരമാണ്. അറിയാലോ, ഗാന്ധിജി ഒരു കാലത്തും ഇല്ലാത്ത വണ്ണം ലോകത്തിലൊരു അംഗീകാരം വന്നിരിക്കുന്ന കാലാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ
കുറിച്ച് സ്മരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിന്റെ മേയറായി ചുമതല ഏൽക്കുന്ന മംദാനിയാണ്. ഗോവിന്ദൻ പറഞ്ഞത്, എം.വി. ഗോവിന്ദൻ പറഞ്ഞത് മംദാനി കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ്. അത് ട്രംപ് മംദാനിയെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളക്കഥയാണ്. ഈ സാധുക്കൾ കുണ്ടിലെ തവളകൾക്ക് എന്താണ് കാര്യം എന്ന് അറിയില്ല. മംദാനി ട്രംപിന് മറുപടി പറയുന്നുണ്ട്, ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് മാത്രമല്ല, ഐ എം എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ചെറിയ മുഹൂർത്തമല്ല. നിങ്ങൾ മംദാനിയെയും മംദാനിയുടെ പിതാവിനെയും മാതാവിനെയും ഒക്കെ പഠിക്കുമ്പോഴേ ആ മനുഷ്യൻ പറയുന്ന വാക്കുകളുടെ പ്രാധാന്യം മനസ്സിലാവൂ. അയാളൊരു റാപ്പറാണ്, 33 വയസ്സുകാരനാണ്, ലോകത്തിലെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ആവേശമാണ്. അയാൾ പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് എന്നാണ്. നെഹ്റുവിനെ കോട്ട് ചെയ്യുകയും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. എന്തുകൊണ്ടാണ് നെഹ്റു ലോകം വിചാരിക്കുന്നത്, ഗാന്ധിജിയെ ലോകം ആഗ്രഹിക്കുന്നത്? ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഗാന്ധിജി നെഹ്റുവിനോട് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വിദ്യാഭ്യാസം ഒന്നും ഇങ്ങനെ അക്ഷരം പഠിക്കുന്നത് മാത്രമേ പോരാ, അതിൽ മൗലികത വേണം, ആത്മീയത വേണം. ഗാന്ധിജി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ പറയുന്ന സുപ്രധാനമായ കാര്യമാണ്, ഈ രാജ്യത്ത് ഗ്രാമങ്ങളിലെ മനുഷ്യർക്ക് നിങ്ങൾ ഈ ഡൽഹിയിൽ നിന്നുള്ള നേട്ടങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൊരുതി നേടിയത്, ഈ സ്വാതന്ത്ര്യം എന്നാണ്. ഗ്രാമസ്വരാജ് എന്നാണ് ഗാന്ധിജി തന്റെ സ്വപ്നങ്ങൾക്കിട്ട പേര്. ഗ്രാമങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് 1984 രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ എന്താണ് പഞ്ചായത്തി രാജ് ബില്ല് കൊണ്ടുവരുമ്പോ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരായിരുന്നു. CPM-കാരാ നിങ്ങളുടെ രാജ്യസഭയിൽ തോൽപ്പിച്ചു കളഞ്ഞു. എന്നിട്ടും കോൺഗ്രസ് വിട്ടില്ല, പഞ്ചായത്തി രാജ് ബില്ല് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് വന്നപ്പോ അത് UDF ഏറ്റെടുത്തു. ഈ കാസർഗോട്ടുകാർ മറക്കാൻ പാടില്ല സിറ്റി അഹമ്മദ് അലി സാഹിബിനെ. ആ സാത്വികനായ മനുഷ്യൻ കണ്ടാൽ ഒരു പൂച്ചയെ പോലെ നിൽക്കുന്ന മനുഷ്യൻ. എന്നാ നിങ്ങൾ അറിയുമോ, ഒരു ഹിസ്റ്ററി ഉണ്ട്. കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ചർച്ചയുടെ അമരക്കാരൻ സിറ്റി അഹമ്മദ് അലി സാഹിബാണ്. ഈ പഞ്ചായത്ത് രാജ് ബില്ലില് ഞാൻ എന്റെ ചെറിയ പ്രായത്തില് ഇങ്ങനെ കേട്ടിരുന്നിട്ടുണ്ട് ആ ചർച്ച. ഇന്ത്യയിലെ CPM-കാരൻ, കേരളത്തിലെ CPM-കാരൻ അടക്കം അമെന്റ്മെന്റുകൾ കൊണ്ടുവന്നു. ഹൃദയപൂർവ്വം CT സ്വീകരിച്ചു, ഗവൺമെന്റ് സ്വീകരിച്ചു. രണ്ടാമത് നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത ഒരാളുടെ പേര് ചെറുക്കളം അബ്ദുള്ള സാഹിബാണ്. ആ മനുഷ്യനാണ് ഇവിടുത്തെ നമ്മളുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിൽ വ്യാപകമാക്കിയത് UDF-ന്റെ സർക്കാർ. കുടുംബശ്രീക്ക് ഒരു നിർവഹണ ഏജൻസിയാക്കി മാറ്റിയത് UDF-ന്റെ മന്ത്രി ഡോക്ടർ മുനീറാണ്. ഒക്കെയും UDF-ന്റെ ഭരണകാലത്ത് ഗ്രാമങ്ങൾ ഉണർന്നു. പഞ്ചായത്ത് എന്താണ്, പഞ്ചായത്തിലൊക്കെ ഗ്രാമസഭകൾ എന്തായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ഒരു ഉഷാറ്, മെമ്പർമാർക്കൊക്കെ ഒരു അധികാരം. ഇപ്പോഴോ കാറ്റ് പോയ ബലൂൺ പോലെയാണ്, എല്ലാ അധികാരവും തിരിച്ചെടുത്തു. പഞ്ചായത്തുകൾക്ക് എന്ത് അധികാരമുള്ളത് ഞാൻ ചോദിക്കട്ടെ? എല്ലാ അധികാരവും മുഖ്യമന്ത്രിയിലും നിയമസഭയിലും കേന്ദ്രീകരിച്ചു. ഉദുമ പഞ്ചായത്തില് ഒരു ബീവറേജസിന്റെ ഔട്ട്ലെറ്റ് വേണ്ട എന്ന് പറയാൻ നിങ്ങളുടെ പഞ്ചായത്തിന് അധികാരമുണ്ടോ? പള്ളിയുടെ അടുത്ത്, സ്കൂളിന്റെ അടുത്ത്, ചർച്ചിന്റെ അടുത്ത്, അമ്പലത്തിന്റെ അടുത്ത് ഇത് വിഷമാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് തന്നെ ഓതറൈസ് ചെയ്യുന്ന ഈ മദ്യം വിൽക്കുന്ന ഇടം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഉദുമക്ക് അധികാരമുണ്ടോ? ഇല്ല. ഒരു ക്വാറി വന്നാൽ തടുക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ഒരു മാലിന്യ പ്ലാന്റ് കൊണ്ടുവന്നാൽ വേണ്ടെന്ന് പറയാൻ അധികാരമുണ്ടോ? ഒരു കള്ള് ഷാപ്പും ചാരായ ഷാപ്പും വേണ്ടെന്ന് പറയാൻ അധികാരമില്ലെങ്കിൽ പിന്നെ എന്ത് കോപ്പിലെ ജനകീയ ആസൂത്രണമാണ്, എന്ത് ഭരണമാണ്? ഇതുണ്ടായിരുന്നല്ലോ, എടുത്തു കളഞ്ഞതാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി വിജയൻ, അദ്ദേഹത്തിന് എത്ര തിരക്കുണ്ട്. തിരക്ക് പിടിച്ച ഒരു മന്ത്രിയാണ്. കാര്യം എന്താ വെച്ചാൽ എല്ലാ മന്ത്രിമാരുടെ കാര്യം മൂപ്പര് നോക്കണം, എല്ലാ വകുപ്പും മൂപ്പര് നോക്കണം. അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തിന്? മക്കളുടെ സമൻസ് വായിച്ചു തീർക്കാൻ തന്നെ ഒരുപാട് സമയം വേണം. ആഴ്ചക്ക് സമൻസാണ്, അതിനെന്നെ നേരമില്ല. ആ സമയമാണ് ഈ ഉദുമ പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളുടെ അധികാരത്തെ തിരിച്ചു പിടിച്ചിട്ട് 4 മിഷൻ ഉണ്ടാക്കി. ഒരു മിഷൻ ഹരിത കേരളം, പഞ്ചായത്തിന്റെ അധികാരം പോയി. രണ്ടാമത്തെ മിഷൻ ആർദ്രം, പഞ്ചായത്തുകൾക്ക് കിട്ടിയിരുന്ന NRHM ഫണ്ട് ഇപ്പൊ കിട്ടുന്നില്ല, അത് സർക്കാർ പിടിച്ചെടുത്തു.
വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു മെമ്പറുടെ പവർ എന്താ അറിയോങ്ങള്? ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതാ, എനിക്കറിയാം. ഒരു മെമ്പറുടെ പവർ എന്താണ്? നിങ്ങളുടെ ഗ്രാമത്തിൽ വരുന്ന LP സ്കൂളില് ഒരു അധ്യാപകനെ നിയമിക്കുമ്പോൾ അതിന്റെ ഇന്റർവ്യൂവില് പോയിരിക്കും നെഞ്ചു പിരിച്ചിട്ട് അവിടുത്തെ മെമ്പർ. എന്റെ വാർഡിലെ മക്കളെ പഠിപ്പിക്കണമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന ഭാവത്തില്. ഇപ്പൊ പരിസരത്തേക്ക് പോകാൻ പറ്റൂല. മിഷൻ ഉണ്ടാക്കി പിണറായി കൊണ്ടുപോയി, മിഷൻ ഉണ്ടാക്കി കൊണ്ടുപോയി. 4ാമത്തെ മിഷനാണ് ലൈഫ് മിഷൻ. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വകുപ്പ് വെട്ടിച്ച കള്ളത്തരം നടത്തിയ ലൈഫ് മിഷൻ. ഗ്രാമസഭകൾ എന്ന് പറയുന്ന ഭരണഘടനാ അംഗീകാരം ഉണ്ടായിരുന്ന ഗ്രാമസഭയെ ഇല്ലാതെയാക്കിയത് ഈ സഖാവ് പിണറായി വിജയനാണ്. പഞ്ചായത്തുകളുടെ അധികാരത്തെ ഇനി വേറൊന്ന് കേൾക്കണോ നിങ്ങൾക്ക്? ഉദുമ പഞ്ചായത്ത് നിങ്ങൾ ഭരിക്കാൻ പോവാണ്. നിങ്ങളൊക്കെ ജയിച്ചു വന്ന് ഉദുമയിൽ എന്ത് ചെയ്യും? നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. ആരാ വോട്ട് ചെയ്യുന്നത്? ജനങ്ങൾ മെമ്പർക്ക് വോട്ട് ചെയ്യും. മെമ്പർ പഞ്ചായത്തിന് പ്രസിഡന്റിനെ വോട്ട് ചെയ്യും, ഇല്ലേ? അത് കഴിയുമ്പോ വേറൊരു സാധനം വരും. എന്താണ്? ആസൂത്രണ സമിതി. ഈ ഉദുമയില് ഭൂരിപക്ഷം UDF-നാണോ? UDF-ന്റെ തെരഞ്ഞെടുക്കപ്പെടാത്ത ഇവിടുത്തെ ഒരു നേതാവ് ആസൂത്രണ സമിതിയുടെ വൈസ് ചെയർമാനാകും. ലീഗിന് കിട്ടിയാൽ തരക്കടില്ല, കോൺഗ്രസിന് കിട്ടിയാൽ കുഴപ്പമില്ല, CPM-ന് കിട്ടിയാൽ മോശം. അങ്ങനെയൊന്നുമില്ല. ഇത് ശരിയായ പ്രവണതയല്ല. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തല്ലേ ഭരിക്കേണ്ടത്. അതിന്റെ പുറത്തു വന്ന് ലീഗും കോൺഗ്രസും CPM-ഉം ഭരിക്കേണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ അവകാശത്തെ അട്ടിമറിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? UDF പറയുന്നുണ്ട് അത് ഞങ്ങൾ ഇല്ലാതെയാക്കും. ഇത് തെറ്റായ സമീപനമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര പ്ലാൻ ഫണ്ട് ഉണ്ട്? ഇവിടെ ഞാൻ മാല ഇട്ടതിൽ മുൻ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. പ്ലാൻ ഫണ്ട് ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഞങ്ങൾ കൂടി തീരുമാനിക്കും എങ്ങനെയാണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പ്ലാൻ ഫണ്ട് വിനിയോഗിക്കേണ്ടത്. ഇപ്പൊ ടാഗ് വന്നു, തോന്നും പോലെ പറ്റൂല. രണ്ടാമതോ, നിങ്ങളുടെ ഉദുമ പഞ്ചായത്തിന് ഡിമാൻഡ് ഒന്നും സർക്കാരിന് അറിയണ്ട. സർക്കാർ ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ട്, അതിന് ഹെഡ് ഉണ്ട്, അതിനനുസരിച്ച് പണം വിനിയോഗിക്കണം. എന്ന് വെച്ചാല് അരയിലൊരു കുടുക്കിട്ട് കുരങ്ങനോട് ചാടാൻ പറയുന്ന പോലെ പഞ്ചായത്തിനെ കെട്ടിവെച്ച്. നിങ്ങളറിയോ നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലത്ത് പിണറായി വിജയന്റെ പമ്പിച്ച പ്രഖ്യാപനം ഉണ്ട്. പമ്പിച്ച പ്രഖ്യാപനം എന്താണ്? കേരളം അതിദരിദ്രരില്ലാത്ത സ്റ്റേറ്റ് ആണ്. അതിദരിദ്രർ ഉദുമയെന്ന് ഇല്ലാണ്ടായോ? ഇല്ല. പക്ഷേ ആ പ്രഖ്യാപനം മുതൽ അതിദരിദ്രരൊക്കെ ദരിദ്രരായിട്ട് പ്രൊമോഷൻ കിട്ടി. അത്രേ ഉള്ളൂ. അതിദരിദ്രരില്ല പോലെ പേര് ദരിദ്രർ എന്ന് മാറ്റി. ബാക്കിയൊക്കെ ഘടകരുണ്ട്. ഞാൻ